കുമ്മനം രാജശേഖരൻ മാധ്യമങ്ങളെ കാണുകയാണ്. അതിലേക്ക് ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ മാത്രമാണ് ഔദ്യോഗികമായി ഉണ്ടാവുന്നത്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ശശി തരൂരും സി ദിവാകരനൊക്കെ പ്രചാരണത്തിൽ വളരെ മുന്നിലാണ്. ഇനിയിപ്പോൾ ഓടിപ്പിടിക്കാൻ സാധിക്കുമോ? എങ്ങനെയുണ്ട് പ്രചാരണം? എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഓടിപ്പിടിക്കേണ്ട കാര്യമില്ല. കാരണം എല്ലാവരുടെയും ഹൃദയത്തിൽ ഞാനുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാരണം ഈ നാട്ടിലെ ജനതയോടൊപ്പം എത്രയോ ദീർഘകാലമായി ഞാൻ ഇടപഴകുകയും അവരുടെ എല്ലാം മനസ്സിൽ സ്ഥാനം പിടിക്കുകയും ചെയ്യാൻ തക്കവിധം ഇവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക ധാർമ്മിക മണ്ഡലത്തിൽ ഞാനൊരു വളരെയേറെ പരിചിതനാണ്. ഞാനൊരു പുതിയ ആളൊന്നുമല്ല. അതുകൊണ്ട് ജനങ്ങൾ എന്നോടൊപ്പം ഉണ്ട് എന്ന് ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. കാരണം ഞാൻ കാലം എത്രയും പ്രവർത്തിച്ചത് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയാണ്. അവരുടെ ഉയർച്ചയ്ക്ക്, അവരുടെ ക്ഷേമത്തിന്, പുരോഗതിക്ക് വേണ്ടിയാണ് ഞാൻ പ്രവർത്തിച്ചത്. അതുകൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ വിമോചനത്തിന് വേണ്ടി എല്ലാ ചൂഷണങ്ങളിൽ നിന്നും ദുരിതത്തിൽ നിന്നും ഈ നാടിനെ വിമോചിപ്പിക്കാൻ എൻ്റെ ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിലൂടെ സാധിക്കും. എന്നെ അംഗീകരിക്കുന്നതിലൂടെ അത് നേടിയെടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. ഇന്നലെ കേന്ദ്ര നേതൃത്വം സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം, ഇന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചതിന് ശേഷം ഇന്ന് പ്രചരണ പരിപാടികൾ, പ്രവർത്തനങ്ങൾ, സമ്പർക്കം തുടങ്ങിയത് ആരംഭിക്കുന്നത് ഈ മഹാത്മാ അയ്യങ്കാളിയുടെ ആ സ്മരണകൾ ജ്വലിച്ച് നിൽക്കുന്ന മണ്ണിൽ നിന്നാണ്. എന്നെന്നും എനിക്ക് പ്രേരണയും പ്രചോദനവും മഹാത്മാ അയ്യങ്കാളിയാണ്. കാരണം സാമൂഹ്യ നവോത്ഥാനത്തിനു വേണ്ടി, പരിഷ്കരണത്തിനു വേണ്ടി, ഇവിടുത്തെ അസമത്വങ്ങൾക്കെതിരെ, ഐത്തത്തിനും അനാചാരത്തിനും അസ്പൃശ്യതയ്ക്കുമെതിരെ പോരാട്ടങ്ങൾ നടത്തി ഈ നാടിൻ്റെ യശസ് ഉയർത്തിപ്പിടിച്ച, ലോകത്തിൻ്റെ മുന്നിൽ തലയുയർത്തി നിൽക്കത്തക്ക വിധത്തിൽ കേരളത്തിന് ഒരു പേരുണ്ടാക്കി കൊടുത്ത ആ ഒരു മഹാത്മാവിൻ്റെ സ്ഥലത്ത് നിന്ന് തന്നെ, ആ നാട്ടിൽ നിന്ന് തന്നെ, ഈ മണ്ണിൽ നിന്ന് തന്നെ എനിക്കെൻ്റെ സമ്പർക്ക പരിപാടി തുടങ്ങാൻ കഴിയുന്നു എന്നുള്ളത് അഭിമാനകരമായ ഒരു കാര്യമായി ഞാൻ കരുതുകയാണ്. തീർച്ചയായും എൻ്റെ ഈ പ്രവർത്തനത്തിന് ഒരു ഊർജ്ജ സ്രോതസ്സാണ് മഹാത്മാ അയ്യങ്കാളി. ഈ നാട്ടിലെ പാവങ്ങൾ, സാധാരണക്കാർ, അവരുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിച്ച മനുഷ്യസ്നേഹിയുടെ സ്മരണകൾ അന്തി ഉറങ്ങുന്ന ഈ പ്രദേശത്ത് ഇന്ന് ആരംഭിക്കാൻ കഴിയുന്നു. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പിലെ എൻ്റെ സന്ദേശവും ആ മഹാത്മാവ് മുന്നോട്ടേക്ക് വെച്ച ആദർശങ്ങളാണ്. അത് ഹൃദയം തുറന്നു ഈ നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. തിരുവനന്തപുരത്തെ പോലെ തന്നെയാണ് പത്തനംതിട്ടയും ബിജെപി വലിയ പ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലമാണ്. പക്ഷെ അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയം ഇങ്ങനെ വൈകുന്നത് അത് ഒരു അനാവശ്യമായ ഒരു പ്രവർത്തകർക്കിടയിൽ അങ്ങനെ ഒരു വികാരമില്ലേ? സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്നാകെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രഖ്യാപിക്കാറില്ല. അത് പല ഘട്ടങ്ങളായിട്ടാണ് പ്രഖ്യാപിക്കാറ്. ഇതിപ്പോൾ ഇന്നോ നാളെയോ ഒക്കെ ആയിട്ട് അത് പ്രഖ്യാപിക്കും. അത് ഒരു നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി അത് പ്രഖ്യാപിക്കുന്നതേ ഉള്ളൂ. പ്രഖ്യാപിച്ചു കഴിയുമ്പോൾ അത് ഔദ്യോഗികമായിട്ട് എല്ലാവരും പ്രവർത്തകർക്ക് ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ BJP NDA സ്ഥാനാർത്ഥികളുടെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കും. അതിൽ യാതൊരു ആശയക്കുഴപ്പമില്ല. അത് ഒരു നടപടിക്രമം മാത്രമാണ്. അത് പൂർത്തിയാക്കേണ്ട കാര്യമാണ്. ഒരു പ്രൊസീജിയറായിട്ടൊരു കാര്യം മാത്രമാണ്. യാതൊരുവിധ തർക്കങ്ങളും ഇല്ല. പ്രൊസീജിയറായിട്ടുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാനുണ്ട്, ചർച്ചകൾ നടത്താനുണ്ട്. അത് ഇന്നോ നാളെയൊക്കെ ആയിട്ട് അത് നടക്കും. അതിൻ്റെ അകത്തൊരു തർക്കത്തിൻ്റെയോ അഭിപ്രായ വ്യത്യാസത്തിൻ്റെയോ ഒന്നുമില്ല. എല്ലാ തീരുമാനങ്ങൾക്കും എടുക്കാനുള്ള അധികാരം ഉന്നത സമിതിയായിട്ടുള്ള രാഷ്ട്രീയ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ്. അതിൽ പ്രധാനമന്ത്രിയും അതുപോലെ അമിത്ഷായും എല്ലാം ഉൾപ്പെടുന്ന ഒരു കമ്മിറ്റിയാണ്. ആ കമ്മിറ്റി ഇന്നും കൂടുന്നുണ്ട്. ഇന്നും കൂടി അവർ അത് ചർച്ച ചെയ്യും, തീരുമാനങ്ങളെടുക്കും. ഇവിടുത്തെ മാത്രമല്ല, എല്ലാ സംസ്ഥാനങ്ങളിലെയും പാർഷ്യലായിട്ട്, ഭാഗികമായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൂ. അത് പൂർണ്ണമായിട്ട് പ്രഖ്യാപിക്കാൻ 1-2 ദിവസങ്ങളൊക്കെ വേണ്ടി വരും. അത് സ്വാഭാവികമായും ഉണ്ടാകുന്ന നടപടിക്രമങ്ങൾ മാത്രമാണ്. അതിൻ്റെ അകത്ത് യാതൊരു അതിശയോക്തിയോ ഏതെങ്കിലും വിധത്തിലുള്ള ഭിന്നിപ്പിൻ്റേതായോ ഒന്നുമില്ല. അതൊക്കെ പറഞ്ഞുണ്ടാക്കുന്ന ചില കുപ്രചരണങ്ങൾ മാത്രമാണ്. ഇല്ല, അങ്ങനെ യാതൊരുവിധ പരാതി ഞാൻ കേട്ടിട്ടില്ല. എല്ലാവർക്കും വേണ്ട വിധത്തിലുള്ള പ്രാതിനിധ്യം നൽകിക്കൊണ്ട് തന്നെയാണ് ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് ഉൾക്കൊള്ളാൻ ഇവിടുത്തെ എല്ലാ സമുദായങ്ങളും തയ്യാറുമാണ്. അത് അവർ ഉൾക്കൊള്ളും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. കേരളത്തിലെ മറ്റ് 13 ഇടങ്ങളിലെ പോലെ തന്നെ പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണ്ണയമൊക്കെ ചർച്ചകളൊക്കെ പൂർത്തിയായി എന്നാണ് മനസ്സിലാക്കുന്നത്. ദില്ലിയിൽ നിന്ന് അല്ലാതെ പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ. ചർച്ചകളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ അത് പ്രഖ്യാപിക്കേണ്ട കാര്യമുള്ളൂ. അത് പ്രഖ്യാപിച്ചോളും. അതായത് നടപടിക്രമങ്ങളാണ്. ഇത്രയും പ്രധാനപ്പെട്ട BJP ഇത്രയും പ്രധാനപ്പെട്ട അല്ല, 1 ദിവസമോ 2 ദിവസമോ ഒക്കെ വരുന്ന കാലതാമസം ഒരു വലിയ പ്രശ്നമൊന്നുമല്ല. പ്രവർത്തകർക്കിടയിൽ അവർക്ക് യാതൊരു വിധത്തിലും അത് ചർച്ചകളെല്ലാം നടത്തി അത് പ്രഖ്യാപിക്കും. അത് പൂർണ്ണമായിട്ടും പ്രഖ്യാപിച്ചേ പറ്റുള്ളൂ. അത് നടപടിക്രമം പൂർത്തിയാക്കി മാത്രമേ ഉള്ളൂ. എല്ലാവരുമായിട്ട് കൂടിയാലോചിച്ചു ഒക്കെയാണ് ചർച്ചകൾ നടത്തിയാണ് അത് ചെയ്യുന്നത്. സർവ്വസമ്മതമായി തന്നെയാണ് ചെയ്യുന്നത്. ഒരു അഭിപ്രായ വ്യത്യാസവും അക്കാര്യത്തിലില്ല. പ്രഖ്യാപനം എന്നൊരു സാങ്കേതിക തടസ്സം മാത്രമേ ഇനിയുള്ളൂ. അത്രേ ഉള്ളൂ. ഒന്നുമില്ല. കാരണം സംസ്ഥാനത്തിൻ്റെ നേതാക്കളെല്ലാം അവിടെ പോയി അവർ തിരിച്ചെത്തിക്കഴിഞ്ഞു.
ഇനി കേന്ദ്രീയ അധികാര സമിതിയുണ്ട്, അതിൻ്റെ ഇലക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ കമ്മിറ്റി കൂടേണ്ട മാത്രമേ ഉള്ളൂ. അവർക്ക് ഇത് മാത്രം നോക്കിയാൽ പോലും എല്ലാ സംസ്ഥാനങ്ങളും നോക്കണം. ഫസ്റ്റ് ഫേസിലുള്ള സംസ്ഥാനങ്ങൾക്കാണ് കൂടുതൽ മുൻഗണന. അത് ഇപ്പോൾ ഉടനെ തന്നെ പ്രഖ്യാപിക്കും. രണ്ടാം ഫേസ്, ഇത് തേർഡ് ഫേസാണ് കേരളം. അപ്പോൾ അത് അതിൻ്റേതായിട്ടുള്ള സമയം എടുത്തുകൊണ്ട് തന്നെയാണ് അവർ ചെയ്യുക. അതിൻ്റെ അകത്ത് യാതൊരു അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. ഈ തീരുമാനങ്ങളെല്ലാം ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി തന്നെയാണ് എടുക്കുന്നതും നടപ്പിലാക്കുന്നതും. അത് വിജയപഥത്തിലെത്തിക്കുന്നു. അങ്ങനെയാണെങ്കിൽ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കില്ല എന്ന് തന്നെ വേണം പ്രതീക്ഷിക്കാൻ. അല്ല, അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല. ആരെയാണോ തിരഞ്ഞെടുക്കേണ്ടത്, നിശ്ചയിക്കേണ്ടത്, അതിനുള്ള അധികാരം തിരഞ്ഞെടുപ്പ് കമ്മിറ്റിക്കാണ്. ആ തിരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ തീരുമാനം അന്തിമമാണ്. അത് നെഞ്ചിലേറ്റി അത് ഹൃദയം തുറന്ന് സ്വാഗതം ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ പ്രവർത്തകർ ബാധ്യസ്ഥരാണ്. അവർ ചെയ്യുന്നുണ്ട്. അവരിൽ ആരിലും യാതൊരു ആശയക്കുഴപ്പമില്ല. ഈ തെരഞ്ഞെടുപ്പിൽ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് മത്സരിക്കുന്നത്. ഈ പത്തനംതിട്ടയിൽ നേരത്തെ പ്രഖ്യാപിക്കേണ്ടതാണ് എന്നൊരു അഭിപ്രായമില്ലേ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവർക്ക് അവരുടേതായിട്ടുള്ള സമയം എടുക്കണമെങ്കിൽ എടുത്തോട്ടെ. അതിനകത്ത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അധികാരം അവർക്കുണ്ട്. അവരതിൻ്റെ ആ അധികാരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ചെയ്യുന്നത്. അതിലൊരു ഒരു അസ്വാഭാവികതയുമില്ല. എല്ലാ തെരഞ്ഞെടുപ്പിലും എല്ലാ രാഷ്ട്രീയ കക്ഷികളിലും ഇതുപോലെ തന്നെയാണ്. പിന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്ത് കുറച്ച് സീറ്റിൻ്റെ കാര്യമുള്ളൂ. അവർക്ക് വയ്ക്കാക്കിയ വേറൊരു സംസ്ഥാനത്തും അവരില്ല. അതുകൊണ്ട് അവർക്കൊക്കെ എന്ത് വേണമെങ്കിലും ചെയ്യാം. പക്ഷേ എല്ലാ സംസ്ഥാനങ്ങളിലും മത്സരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ളതൊക്കെ BJPക്ക് ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ് ആ നടക്കുന്ന സംസ്ഥാനങ്ങളുടെ പരിഗണന അതിൻ്റെ മുറയ്ക്ക് അവർ അത് ചെയ്യുന്നുണ്ട്, ചെയ്യും. കാരണം രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വം അവർക്കറിയാമല്ലോ. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ട ചുമതല അവർക്കുള്ളതുകൊണ്ട് ആ ഉത്തരവാദിത്വം ഭംഗിയായി അവർ നിർവഹിക്കും. ആ ഉത്തരവാദിത്വം നിർവഹിക്കുമ്പോൾ അവരെന്താണോ തീരുമാനം എടുക്കുന്നത് അത് അച്ചടക്കമുള്ള നേതാക്കന്മാരെന്നുള്ള നിലയ്ക്ക് അത് സ്വീകരിച്ച് അണികളിലേക്ക് പകർന്ന് അണികളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒത്തൊരുമിച്ച് ഒന്നായി നിന്നുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിനെ നേടും. തിരുവനന്തപുരത്ത് ത്രികോണ പോരാണെന്ന് സമ്മതിക്കുന്നുണ്ടോ? ത്രികോണ പോരിൻ്റെ പേരിലാണ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. പക്ഷേ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ LDF-ഉം UDF-ഉം തമ്മിലുണ്ടാക്കുന്ന ധാരണ എത്രത്തോളമാണ്, അതിൻ്റെ ആഴം എത്രത്തോളമുണ്ട്, ഏത് രീതിയിലാണത് പോകുന്നതെന്നൊക്കെ വരും കുറേ ദിവസങ്ങൾക്കുള്ളിൽ അറിയാൻ കഴിയും. കാരണം ഇവിടെ ഈ തിരുവനന്തപുരത്തിൻ്റെ അതിർത്തി കഴിഞ്ഞാൽ തമിഴ്നാട്ടിലേക്ക് കയറിയാൽ വിളിച്ചാൽ വിളിവെക്കുന്ന സ്ഥലത്ത് അവർ കൈകോർത്ത് പിടിച്ചുകൊണ്ടാണ് മത്സരത്തിൽ. അതുകൊണ്ട് ഭാരതത്തിൻ്റെ രാഷ്ട്രീയമാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്, ദേശീയ രാഷ്ട്രീയമാണ്. ആ ദേശീയ രാഷ്ട്രീയ രംഗത്ത് LDF-നും UDF-നും എന്താണ് പറയാനുള്ളത്, രാഷ്ട്രീയ നിലപാടെന്താണ് എന്നവർ വ്യക്തമാക്കട്ടെ. ആരാണ് അടുത്ത പ്രധാനമന്ത്രി എന്ന് അവർ പറയട്ടെ. ഇപ്പോൾ അൻവർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി, CPM-ൻ്റെ സ്ഥാനാർത്ഥി പറയുന്നത് രാഹുൽ ഗാന്ധിയാണ് ഞങ്ങളുടെ അടുത്ത പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. പലരും ഇപ്പോൾ പല LDF-ൻ്റെ നേതാക്കന്മാരും രാഹുൽ ഗാന്ധിയുമായിട്ടാണ്. നമ്മുടെ മുഖ്യമന്ത്രിയും അവിടെ പോയി ബാംഗ്ലൂർ പോയി കൈകോർത്ത് പിടിച്ച്, കൈ ഉയർത്തിപ്പിടിച്ച് ചെന്നൈയിലും മറ്റു പല സ്ഥലങ്ങളിലും മറ്റ് രാഷ്ട്രീയ വേദികളിലും അവരൊരുമിച്ച് നിന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. രണ്ടു കൂട്ടരും പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങളുടെ ലക്ഷ്യം BJP-യെ NDA തോൽപ്പിക്കുക എന്നുള്ളതാണ്. അവർ തോൽപ്പിക്കാൻ വേണ്ടിയാണ് മത്സരത്തിൽ. ആരെയാണ് തോൽപ്പിക്കുക എന്നുള്ളതാണ് അവർ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആരാണ് ജയിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ പോസിറ്റീവ് പൊളിറ്റിക്സ്. അതാണ് ആര് ജയിക്കണം എന്നുള്ളതാണ്. നെഗറ്റീവ് പൊളിറ്റിക്സ് അല്ല. ആര് തോക്കണം എന്നുള്ളതല്ല, ആര് ജയിക്കണം എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പിൽ NDA ആണ് ജയിക്കേണ്ടത്. അടുത്ത പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ഈ ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, ഈ കോലീബി ആരോപണം തുടങ്ങുന്നത് K. മുരളീധരൻ വടകരയിൽ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെയാണ്. അതിനുള്ള ഒരു കാരണമായി പറയുന്നത് വട്ടിയൂർക്കാവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ അത് BJPക്ക് നേട്ടമാവും, അതുകൊണ്ടാണ് അങ്ങനെ ഒരു സഖ്യം രൂപപ്പെടുന്നതെന്നാണ്. അല്ല, വട്ടിയൂർക്കാവിലെ തെരഞ്ഞെടുപ്പിൽ എന്തായിരുന്നു നടന്നതെന്ന് ഈ നാട്ടിലെ ആളുകൾക്കല്ല നന്നായിട്ട് അറിയാമല്ലോ. 3-ാം സ്ഥാനത്തേക്ക് CPM പോയത് എന്തുകൊണ്ടാണ്? CPM-ൻ്റെ വോട്ടുകൾ K. മുരളീധരൻ മറിച്ചു കൊടുത്തുകൊണ്ടാണ്. മറിച്ചു കൊടുത്തതിൻ്റെ പേരിൽ അച്ചടക്ക നടപടിയെ നേരിടേണ്ടി വന്നില്ലേ സീമയ്ക്ക്? അത് ചോദ്യം ചെയ്തുകൊണ്ട്, ആ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ട് പല രാഷ്ട്രീയ നേതാക്കളും രംഗത്ത് വന്നില്ലേ? അവിടുത്തെ ഏരിയ സെക്രട്ടറിയുടെ സ്വന്തം നാട്ടിൽ പോലും തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാതെ ആ വോട്ട് മുഴുവൻ മറിച്ച് K. മുരളീധരന് കൊടുത്ത പാരമ്പര്യമുള്ള പാർട്ടിയല്ലേ CPM. ആ CPM-ന് ഇത് പറയാൻ എന്താ കാര്യം? കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ടുകൾ മറിച്ചു കൊടുത്തത് CPM മറിച്ച് കൊടുത്തത് BJP-യെ തോൽപ്പിക്കാൻ വേണ്ടിയാണ്. BJP-യെ തോൽപ്പിക്കാൻ വേണ്ടി ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിൽ പോകുന്നതും രാഷ്ട്രീയ കച്ചവടത്തിന് മുതിരുന്നതും CPM-ഉം കോൺഗ്രസും തന്നെയാണ്. അത് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകാതിരിക്കാൻ പറ്റില്ല. കാരണം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. ആയിക്കോട്ടെ, അവർക്ക് രാഷ്ട്രീയം തിരഞ്ഞെടുപ്പ് കച്ചവടമാണ്, വോട്ട് മറിക്കലാണ്, വെട്ടിനിരത്തലാണ്. ഞങ്ങൾക്ക് രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് ക്രിയാത്മകമാണ്, രചനാത്മകമാണ്, സൃഷ്ടിപരമാണ്, പോസിറ്റീവാണ്, ഭാവാത്മകമാണ്, നിർമ്മാണാത്മകമാണ്. അതുകൊണ്ട് നാടാണ് വലുത്, രാഷ്ട്രമാണ് വലുത്, ആ രാഷ്ട്രത്തിൻ്റെ താല്പര്യമാണ് വലുത്. ഏതായാലും BJP വട്ടിയൂർക്കാവിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് പ്രതീക്ഷിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. അല്ല, അവിടെ ഇത് ആഗ്രഹിക്കേണ്ട കാര്യം അവിടെ K. മുരളീധരൻ തോറ്റുപോകുന്നുള്ള കാര്യത്തിൽ സംശയം എന്താ? ഈ പറയുന്ന MLA-മാർ മത്സരിക്കുന്നവരൊക്കെ തോക്കാൻ വേണ്ടി നിൽക്കുന്നതാണ്. കാരണം തോറ്റാലും ഞങ്ങൾക്ക് കീശയിൽ ഒരെണ്ണം ഉണ്ടല്ലോ, അത് പോവുകയല്ലോ, അതുണ്ടല്ലോ. അപ്പോൾ കീശയിൽ പോകാതെ ഏതെങ്കിലും ഒരെണ്ണം ഉത്തരത്തിലിരിക്കുന്നത് പിടിക്കാനാണ്. അപ്പോൾ കക്ഷത്തിലിരിക്കുന്നത് പോവുകയില്ല, ഉത്തരത്തിലുള്ളത് കിട്ടത്തുമില്ല. അപ്പോൾ അങ്ങനെ ആയിക്കോട്ടെ.
നമസ്കാരം. അല്ല, ഓരോരുത്തരും അവരുടെ ഇഷ്ടാനുസരിച്ച് കമന്റ്. അതാണല്ലോ ഈ പറയുന്ന സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. വ്യക്തിപരമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനുള്ള സ്വാതന്ത്ര്യം ആണ് സോഷ്യൽ മീഡിയയിലുള്ളത്. അത് അവരുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അതിലൊന്നും നമ്മൾ ഇടപെടുന്നില്ല. ഉത്തരവാദിത്തപ്പെട്ടവരാരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് സംഘടനാപരമായിട്ട് അത് ചർച്ച ചെയ്യാം. അത്രയേ ഉള്ളൂ. ശരി. പത്തനംതിട്ടയിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാത്തത് സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ടാണ്. പത്തനംതിട്ട സീറ്റിനെ ചൊല്ലി തർക്കമില്ല എന്നാണ് തിരുവനന്തപുരത്തെ NDA സ്ഥാനാർത്ഥി കൂടിയായ കുമ്മനം രാജശേഖരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്. ഒപ്പം കോലി സഖ്യമെന്ന ആരോപണത്തെയും അദ്ദേഹം തള്ളുന്നു. BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസും CPM-ഉമാണ് ഒത്തുതീർപ്പ് രാഷ്ട്രീയം നടത്തുന്നത് എന്നും അദ്ദേഹം ആരോപിക്കുകയാണ്. എന്തായാലും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥിയെ ഇന്നോ നാളെ പ്രഖ്യാപിക്കുമെന്നും കുമ്മനം രാജശേഖരൻ ഇപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നു.